ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആക്ഷൻ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോളിവുഡിലെ ഒരു എന്താ പറയുക, രോമാഞ്ചം കൊണ്ടിച്ച ഒരു ഒന്നൊന്നര സിനിമ ബേബി ഡ്രൈവർ. ബേബി ഡ്രൈവർ എഡ്ഗർ റൈറ്റ് രചനയും സംവിധാനവും നിർവഹിച്ച് 2017 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ചിത്രമാണ് ബേബി ഡ്രൈവർ. കാമുകി ഡെബോറയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോചനം തേടുന്ന ഡ്രൈവറായി ആൽസൺ എൽഗോട്ടാണ് നമ്മുടെ നായകൻ. ഓക്കെ, ഈ സിനിമയിലെ മറ്റ് സഹതാരങ്ങൾ ആരെന്ന് നോക്കുകയാണെങ്കിൽ ലിലി ജെയിംസ്, ജോൺ ഹാം, കെവിൻ സ്പേസി, ജെമി ഫോക്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ജെമി ഫോക്സ് ആരാണെന്ന്. അദ്ദേഹം നമ്മുടെ ജാങ്കോയിലെ അതിഗംഭീരമായ വേഷം ചെയ്ത നമ്മുടെ നായക വേഷം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജെമി ഫോക്സ്. പിന്നെ എയ്സ ഗോസിലാം, ജോൺ ബർദൻ, ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ സഹതാരങ്ങൾ. ഈ സിനിമയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് മനസ്സിലായി പറഞ്ഞാൽ ഇതില് നമ്മുടെ നായിക കഥാപാത്രത്തിന് 2-3 വീക്ക്നെസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് അദ്ദേഹത്തിന്റെ കൂളിംഗ് ഗ്ലാസ്, രണ്ട് അദ്ദേഹത്തിന്റെ ഹെഡ്സെറ്റ് ആൻഡ് മ്യൂസിക്സ്, പിന്നെ അതിന്റെ പാഷനായിട്ടുള്ള ഡ്രൈവിംഗ്. അപ്പൊ ഇതിന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, റോബറിക്ക് വേണ്ടി എന്താ പറയുക, ഈ നായകൻ നമ്മുടെ റോബറി ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഈ സിനിമയുടെ ഒരു ഒറ്റ ലൈൻ പറയുകയാണെങ്കിൽ. അതിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു ട്രാക്കാണ് ഇതിൽ നമ്മുടെ ഡയറക്ടർ പരീക്ഷിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു നായകന് കുറച്ച് വീക്ക്നെസ് എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഹെഡ്സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ ഓരോ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഏതാണ് നമ്മുടെ ഓരോ പ്ലാൻസ് വരുമ്പോൾ, ഓരോ റോബറി പ്ലാൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പം നമ്മുടെ നായകനും കൂടി സംഘത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ നായകൻ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ അതെല്ലാം റെക്കോർഡ് ചെയ്യും. ഓക്കെ, അവർ റോബറി പ്ലാൻ ചെയ്യുമ്പോൾ ഓരോന്നും റെക്കോർഡ് ചെയ്ത ശേഷം, പക്ഷെ ഇതൊന്നും അവരുടെ റോബറി ചെയ്യാൻ പോകുന്നവർക്കൊന്നും അറിയില്ല ഇദ്ദേഹം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത ശേഷം അതിൽ കുറച്ച് കീവേഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു ട്രാക്ക് ഫോം ചെയ്യുക, എന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് സൗണ്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായ റാപ്പിലേക്ക് അത് കൊണ്ടുവരുന്നു. എന്നിട്ട് അത് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ആ റോബറി കഴിയുന്നവരും ആ ഒരു ട്രാക്ക് കേട്ടുകൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കേൾക്കുന്ന ഒരു ഉദ്ദേശം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ആ ഒരു ഓരോ എന്താ പറയുക ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഇന്നോട് സ്റ്റാർട്ട് ചെയ്യണം, ഇന്നോട് എൻഡ് ചെയ്യണം, ഇന്നോട് നമുക്ക് ഇത് ചെയ്യണമെന്നുള്ള ആ ഒരു കുറച്ച് പ്ലാൻസ് ഉണ്ടല്ലോ, ആ പ്ലാൻസ് ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം മെമ്മറി ചെയ്യും. എന്നിട്ട് അദ്ദേഹം നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കും. അത് കേട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഡ്രൈവിംഗ് ആയിരിക്കും. കാരണം ഇപ്പൊ പിടിക്കുന്ന പറയുന്ന ഒരു സാഹചര്യം പോലെ അദ്ദേഹം അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കിൽ കൊണ്ട് ഇവർ രക്ഷപ്പെടുത്തും. അതൊക്കെ ഭയങ്കര രസം. നിങ്ങൾ ഒരു ആ സിനിമ അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സൗണ്ട് സിസ്റ്റം വെച്ച് കാണുകയാണെങ്കിൽ ഒരു ഓസം മൂവിയാണ്. കാരണം ഇതിന്റെ റേറ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ IMDb 7.5 റേറ്റിംഗ് ഉണ്ട്. കാരണം പെർഫോമൻസ് ഓറിയന്റഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു കഥ പറച്ച രീതിയാണെങ്കിലും ഒരു പ്രത്യേകതരം ഒരു ജോണറിലേക്ക് അദ്ദേഹം ആക്ഷൻ മൂവീസിന്റെ തന്നെ ഒരു പ്രത്യേകതരം ജോണറിലേക്ക് അദ്ദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചു. പിന്നെ ഡ്രൈവിംഗ് വിത്ത് ആക്ഷൻ സീക്വൻസ്, വാട്ട് എ ഗ്രേറ്റ്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കൂ. കാരണം ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ജെമി ഫോക്സ് ഒരിക്കലും ഒരു എന്താ പറയുക അൺയൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ പല മൂവീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജാങ്കോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി സെലക്ഷൻസും അതൊരു വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ജെമി ഫോക്സ് ഉള്ളതിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അദ്ദേഹം പെർഫോമൻസ് ആയിക്കോട്ടെ അതെല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെ ഇപ്പോൾ ജെമി ബോക്സിന്റെ മറ്റു സിനിമ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാവുന്നതാണ്. കാരണം എനിക്കും അത് കാണാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ ഈ സിനിമ ബേബി ഡ്രൈവർ എവിടെയെല്ലാം കാണാൻ പറ്റും, എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക? ഒന്ന് നമ്മുടെ ആമസോണിൽ കാണാൻ പറ്റും, രണ്ടാമത്തെ നെറ്റ്ഫ്ലിക്സിൽ, പിന്നെ അതിനുശേഷം നമ്മുടെ സോണി ലൈവ്, നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലെല്ലാം ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെയെല്ലാം ചെന്ന് സുഖം അടിപൊളിയായിട്ടും നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇതിന്റെ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുത്തൊരു സിനിമയായി വരുന്നവരെ കാത്തിരിക്കാം. ബൈ, സീ യു, ബൈ, ടേക്ക് കെയർ.